കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അക്കാഡമിക് വെബ്സൈറ്റ്സിനെ കുറിച്ച് പഠിച്ചു. അക്കാഡമിക് വെബ്സൈറ്റ് എന്താണെന്നും വേരിയസ് അക്കാഡമിക് വെബ്സൈറ്റ്സ് ഏതൊക്കെയാണെന്നും നമ്മൾ നോക്കി. ഇന്ന് ആ ഓരോ വെബ്സൈറ്റിനെ കുറിച്ചും അതിന് ചെറുതായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേതാണ് edx.org എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ edx.org അല്ലെങ്കിൽ edx എന്ന് പറയുന്നത് ഫൗണ്ട് ചെയ്തേക്കുന്ന ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റി ആൻഡ് MIT ആണ് ഇവരുടെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. EDX ഒരു ഓൺലൈൻ ലേണിംഗ് ഡെസ്റ്റിനേഷനാണ്. ഇവിടെ ഹൈ ക്വാളിറ്റി കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വേൾഡ്സ് ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഹൈ ക്വാളിറ്റി കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഔട്ട് ഓഫ് 90 യൂണിവേഴ്സിറ്റീസ്, 90 ആണ്, ഔട്ട് ഓഫ് 90 യൂണിവേഴ്സിറ്റീസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ടോപ്പ് ഗ്ലോബൽ റാങ്കേഴ്സ്. 90 യൂണിവേഴ്സിറ്റീസിനെ കൺസിഡർ ചെയ്യുമ്പോൾ ആ യൂണിവേഴ്സിറ്റീസിലെ ടോപ്പ് ഗ്ലോബൽ റാങ്കേഴ്സ് ഈ EDXൻ്റെ സ്വന്തമാണ്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് അക്കാഡമിക് എർത്ത്. അക്കാഡമിക് എർത്തിനെ നമ്മൾ academicearth.org ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുന്നത്. ദെൻ ഈ വെബ്സൈറ്റിന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹ്യൂജ് അറേ ഓഫ് അക്കാഡമിക് ഓപ്ഷൻസ്, ഒരുപാട് അക്കാഡമിക് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതായത് ട്രഡീഷണൽ ടു കണ്ടംപററി സ്റ്റഡീസ് വരെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരുപാട് ഓൺലൈൻ ഡിഗ്രി കോഴ്സസ്, അക്കൗണ്ടിങ്, എക്കണോമിക്സ്, എഞ്ചിനീയറിംഗ്, അങ്ങനെ ഒരുപാട് ഓൺലൈൻ ഡിഗ്രി കോഴ്സസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇവിടെ അതുപോലെ സബ്ജക്ട്സ് ലൈക്ക് ബിഹേവിയറൽ സൈക്കോളജിയിലുള്ള കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ അങ്ങനെ ഒരുപാട് കോഴ്സസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇവർക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ്, ദെൻ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി, അങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റീസായിട്ട് ഒരുപാട് റെപ്യൂട്ടഡ് കോളേജസുമായിട്ട് ഇവർക്ക് കൊളാബറേഷൻ ഉണ്ട്. ദെൻ ഇത്രയാണ് അക്കാഡമിക് എർത്തിൽ പറയുന്നത്. ദെൻ ഇൻ്റർനെറ്റ് achieve.org ആണ്. ദെൻ ഇവിടെ വേരിയസ് ബിഗ് വെബ്സൈറ്റ്സ്, അതൊരു ഒതൻറ്റിക് വെബ്സൈറ്റാണ്. അതുപോലെ തന്നെ ദെൻ ഇവിടെ ഒരു ഒതൻറ്റിക് വെബ്സൈറ്റാണ്. ദെൻ വേരിയസ് ബിഗ് വെബ്സൈറ്റ്സിൻ്റെ ഒറിജിനൽസാണ് ഇവരെന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കൻ ലൈബ്രറീസിൽ കളക്ഷൻ ഓഫ് ഫ്രീ ബുക്സ് ഉണ്ട്. ഒരുപാട് ഫ്രീ ബുക്സിൻ്റെ കളക്ഷനുണ്ട്. ഇതെന്താണ്, ഡയറക്റ്റ്ലി കോളേജ് ലൈബ്രറിയുമായിട്ട് ഇവർ അറ്റാച്ച് ചെയ്തേക്കുവാണ്. ഈ അമേരിക്കൻ ലൈബ്രറിയാണ് വൺ ഓഫ് ദി ബെസ്റ്റ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ബുക്സിനൊക്കെ ആയിട്ടുള്ളൊരു വൺ ഓഫ് ദി ബെസ്റ്റ് വെബ്സൈറ്റാണ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് ഫ്രീ ബുക്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഈ അമേരിക്കൻ ലൈബ്രറീസ് ഡയറക്റ്റ്ലി ഒരു കോളേജിൻ്റെ വെബ്സൈറ്റുമായിട്ട് ലിങ്ക് ചെയ്തേക്കുവാണ്. ബട്ട് ഇവർ ഒരു അഡ്മിഷനോ ലേണിങ്ങിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സോ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ദെൻ നെക്സ്റ്റ് ആണ് ബിഗ് തിങ്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ബിഗ് തിങ്ങിൻ്റെ അണ്ടറിൽ ഓവർ 2000 ഫെലോസ് ഉണ്ട്. ഇവിടെ എക്സ്പേർട്സ് ആർട്ടിക്കിൾസ് റൈറ്റ് ചെയ്തിട്ട് ആ ആർട്ടിക്കിൾസിനെ ട്യൂട്ടോറിയൽസായിട്ട് റെക്കോർഡ് ചെയ്യുന്നു. സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ട്യൂട്ടോറിയൽസായിട്ട് റെക്കോർഡ് ചെയ്യുന്നു. ലേറ്റർ ഈ കണ്ടൻറ്റിനെ എന്ത് ചെയ്യും, ഈ റെക്കോർഡ് ചെയ്ത കണ്ടൻറ്റിനെ പിന്നെയും റിഫൈൻ ചെയ്യാനായിട്ട് എഡിറ്റോറിയൽ ടീമിന് കൊടുക്കും. ആ വെബ്സൈറ്റിൻ്റെ എഡിറ്റോറിയൽ ടീമിന് കൊടുക്കും. ദെൻ ഈ എഡിറ്റോറിയൽ ടീം ഇതിനെ എഡിറ്റ് ചെയ്ത് ഒത്തൻറ്റിക് ആയിട്ടുള്ള മെറ്റീരിയലായിരിക്കും സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്റ്റുഡൻസിന് അവരുടേതായ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഐഡിയോളജി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സ്റ്റുഡൻസിന് ഒരുപാട് എക്സ്പേർട്സിൻ്റെ വ്യൂസ് കിട്ടും. ഒരുപാട് എക്സ്പേർട്സിൽ നിന്നുള്ള വ്യൂസ് അവർക്ക് കിട്ടും. ദെൻ നെക്സ്റ്റ് വെബ്സൈറ്റാണ് കോഴ്സെറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന അറ്റ് ദ മൊമെൻറ്റിൽ തന്നെ നമുക്ക് നമ്പർ ഓഫ് കോഴ്സസ് അവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് കോഴ്സസ് അവിടെ അവൈലബിൾ ആണ്. ഇതൊരു യൂസർ ഫ്രണ്ട്ലി വെബ്സൈറ്റാണ്. ദെൻ ഒരു ഷെയറബിൾ ഇലക്ട്രോണിക് കോഴ്സ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഈ കോഴ്സസിൽ നമ്മൾ ഏത് കോഴ്സ് എടുത്താലും അവിടെ ഒരു റെക്കോർഡഡ് വീഡിയോ ലെക്ചറേഴ്സും ഓട്ടോ ഗ്രേഡഡ് ആൻഡ് പ്രീ റിവ്യൂഡ് അസൈൻമെൻറ്റ്സും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഡിസ്കഷൻ ഫോറംസും ഉണ്ടായിരിക്കും. ദെൻ നമ്മളൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിലൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഷെയറബിൾ ഇലക്ട്രോണിക് കോഴ്സ് സർട്ടിഫിക്കറ്റ് ഈ വെബ്സൈറ്റ് അഷ്യൂർ ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വെബ്സൈറ്റാണ് brightstorm.com. ദെൻ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇപ്പം ഹൈസ്കൂൾ സ്കോളേഴ്സൊക്കെ സൈറ്റ്സ് എന്തിനാണ്, റെഫറൻസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇൻട്രാക്റ്റ് ചെയ്യുക എന്നതിനേക്കാട്ടിലും കൂടുതൽ അവരെന്താണ്, റെഫറൻസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതെന്താണ്, ലേണിംഗ് പ്രോബ്ലംസിനെ മിറ്റിഗേറ്റ് ചെയ്യുന്നു. മിറ്റിഗേറ്റ് മീൻസ് ലഘൂകരിക്കുക, MITIGATE, മിറ്റിഗേറ്റ്. നമ്മുടെ ലേണിംഗ് പ്രോബ്ലംസിനെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു സ്റ്റുഡൻറ്റിന് ഒരു ടെക്നിക്കൽ ടെർമിനോളജിനെ കുറിച്ച് ഒരു സ്റ്റുഡൻറ്റിന് പഠിക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് എ കോംപ്ലിക്കേറ്റഡ് ടാസ്ക്. അപ്പം ഈ വെബ്സൈറ്റ് എന്ത് ചെയ്യുന്നു, ടെക്സ്റ്റ് ബുക്സ് ഈസിയർ ആക്കി വെക്കുന്നു. സ്റ്റുഡൻസിന് റെഫർ ചെയ്യാനുള്ള ടെക്സ്റ്റ് ബുക്സ് ഇവർ ഈസിയർ ആക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് എല്ലാ സബ്ജക്ട്സിൻ്റെയും മാത്തമാറ്റിക്സ്, സയൻസ്, ഹിസ്റ്ററി, അങ്ങനെ അതർ സബ്ജക്ട്സ്, എല്ലാ സബ്ജക്ട്സിൻ്റെയും സബ്ജക്ട്സിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ഇവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻട്രൻസ് എക്സാംസ് ക്രാക്ക് ചെയ്യാനായിട്ടുള്ള ഹെൽപ്പും സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് പ്രോബ്ലംസ് സൈറ്റിൽ കൊടുത്തിട്ട് അത് സോൾവ് ചെയ്ത് തരാനായിട്ട് ആവശ്യപ്പെടാം. ദെൻ ടോപ്പിക്സ് ഇവിടെ സിമ്മട്രിക്കലിയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഒരുപാട് ഗൈഡൻസ് ഈ സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ കോസ്മോ ലേണിംഗ്.com. വേറുള്ള വെബ്സൈറ്റ്സിനെ പോലെ ഇവിടെ എന്താണ്, ഒരു അക്കാഡമിക്സിന് വേണ്ടി മാത്രം അല്ല ഇവരൊരു പോർട്ടൽ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ എന്താണ്, സ്കിൽ ബേസ്ഡ് ലേണിംഗ്, സ്റ്റുഡൻസിന് ഒരു സ്കിൽ ബേസ്ഡ് ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസിന് എന്താണ്, ഒരു ആ പ്രൊവൈഡ് ചെയ്തേക്കുന്ന, ഒന്നെങ്കിൽ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്തേക്കുന്ന മെറ്റീരിയൽ റെഫർ ചെയ്യാം, അല്ലെങ്കിൽ അവിടെ 58 കോഴ്സസ് അവൈലബിൾ ആണ്. ആ കോഴ്സസിലൂടെ സ്റ്റുഡൻസിന് എൻറോൾ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ മെയിൻലി 3 ഓപ്ഷൻസ്, ഈ വെബ്സൈറ്റ് മെയിൻലി 3 മെയിൻ ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്: എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ, കോഴ്സസ് ആൻഡ് ഡോക്യുമെൻ്ററീസ്. അങ്ങനെ 3 മെയിൻ ഓപ്ഷൻസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സബ്ജക്ട്സിനെ 2ആയിട്ട് ഇവർ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെ, 2 സെക്ഷൻസായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്: എക്സ്ട്രാ കരിക്കുലർ ആൻഡ് അക്കാഡമിക് സബ്ജക്ട്സ്. അങ്ങനെ 2ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ഫ്യൂച്ചേഴ്സ് ചാനൽ, thefuturechannel.com. ഇത് ജസ്റ്റ് ഒരു ഓൺലൈൻ പോർട്ടൽ മാത്രമല്ല, ഒരു എഡ്യൂക്കേഷണൽ ചാനൽ കൂടിയാണ്. ലേണേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ ചാനലാണ്. വേറുള്ള വെബ്സൈറ്റ്സ് പോലെ ഇവർ സിഗ്നിഫിക്കൻറ്റ് ഡേറ്റ കേറ്ററിംഗ് പ്രോബ്ലംസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഓൾജിബ്ര കൺസിഡർ ചെയ്യുക. ഓൾജിബ്ര എല്ലാ സ്റ്റുഡൻസിനും ടഫാണ്. സോ ഈ ഓൾജിബ്രയിൽ മാത്രം ഇവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട്, ഈ സെക്ഷനിൽ മാത്രം അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് സ്റ്റുഡൻസിന് അത് ഈസിയർ ആക്കുന്നു. ദെൻ നെക്സ്റ്റ് ആണ് howcast.com. ഇത് 1 സ്റ്റോപ്പ് വെബ്സൈറ്റാണെന്നാണ് പറയുന്നത്. എല്ലാ സബ്ജക്റ്റിനും വേണ്ടിയിട്ടുള്ള ഒരു 1 സ്റ്റോപ്പ് വെബ്സൈറ്റാണ്. ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു വെബ്സൈറ്റ്സും ഈ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഒരു അന്വേഷണാത്മകത പ്രൊവൈഡ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇൻക്വിസിറ്റീവ്നെസ്, അന്വേഷണാത്മകത പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താണ്, ഹൗ പോലെയുള്ള കോമൺ കീവേഡ്സ് ഇവർ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് khanacademy.org. ഖാൻ അക്കാഡമി എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ കോച്ചിങ് വെബ്സൈറ്റ്സ് ആണ്. ഈ മറ്റുള്ള വെബ്സൈറ്റ്സ്, അല്ലെങ്കിൽ ഈ ലേണിംഗ് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത, ഒരുപാട് ഫീസൊക്കെ വരുമ്പോൾ സ്റ്റുഡൻസിന് പഠിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള സ്റ്റുഡൻസിന് ഇത് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. കോച്ചിങ് ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കേസിലാണ് ഈ വെബ്സൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വിൻ സിറ്റുവേഷൻ പ്രൊവൈഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. സ്റ്റുഡൻസിന് ഒരു ലിബേർട്ടി, അവരുടെ പേസിൽ നിന്ന് പഠിക്കാനായിട്ടുള്ളൊരു ലിബേർട്ടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു പേഴ്സണലൈസ്ഡ് ഡാഷ്ബോർഡ് ഉണ്ടായിരിക്കും ഇവിടെ. ഓക്കെ, ഇവിടെ കിൻഡർ ഗാർഡൻ തൊട്ടിട്ട് കാൽക്കുലസ് വരെയുള്ള, മീൻസ് ഏറ്റവും KG സെക്ഷൻ തൊട്ടിട്ട് നമുക്ക് എത്ര വരെ പഠിക്കണോ അത്രയും വരെയുള്ള റെഫറൻസസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ദെൻ ട്രഡീഷണൽ സ്കൂൾ മാത്സ്, സയൻസ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, ഹിസ്റ്ററി, ആർട്ട് ഹിസ്റ്ററി, എക്കണോമിക്സ്, അങ്ങനെ ഒരുപാട് സബ്ജക്ട്സ് ഇവർ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ട്. ദെൻ മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ട്, നാസ, കാലിഫോർണിയൻ അക്കാഡമി ഓഫ് സയൻസസ് ആൻഡ് MIT, ഇവരൊക്കെയായിട്ട് ഇവർക്ക് പാർട്ട്ണർഷിപ്പും ഉണ്ട്. സോ 36 ലാംഗ്വേജസിൽ ഇവിടെ കൊടുത്തേക്കുന്ന ഏതൊരു കണ്ടൻറ്റും 36 ലാംഗ്വേജസിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇത്രയാണ് അക്കാഡമിക് വെബ്സൈറ്റ്സിൽ പറയുന്നത്.